വെളിപ്പാട് പുസ്തകം, that is Christ and saints marriage. വിശുദ്ധന്മാരും മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള വിവാഹത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായത്. ഏത് സമയമായിരുന്നു വിവാഹം നടക്കുന്നതെന്ന് നോക്കുവാനിടയായി. Revelation chapter 19 verse 7 and 8. സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാന്റെ കല്യാണം വന്നതല്ലോ, അവന്റെ കാന്തയും. ഇംഗ്ലീഷിലൂടെ വായിച്ചതാണ്. Revelation chapter 19 verse 7 and 8. Then I heard something like the voice of a great multitude, and like the sound of many waters, and like the sound of the mighty peal of thunder, saying, Hallelujah! Yep. For the land of God, the Almighty reigns. Yep. Let us rejoice and be So let us rejoice and be happy glad and give the glory to Him. and glad and give the glory to God. For the marriage of the Lamb has come, and His bride has made herself ready. So because the wedding of the Lamb has come, and the Lamb's bride has made herself ready. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവിനു വേണ്ടി മണവാട്ടി ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ആ വാക്യത്തിൽ കൂടി വെളിപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു എപ്പോഴായിരിക്കും, വാട്ട് വാസ് എ ടൈം, ആ സമയം എപ്പോഴും ആയിരിക്കും വിവാഹം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. ഈ ലോക ജീവിതത്തിൽ during the tribulation is going on for around 70 years. 7 വർഷത്തെ മഹോപദ്രവ കാലത്തിന്റെ നടുവിൽ, അതായത് ഉൽപ്രാപണത്തിനും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിൽ ആയിരിക്കും കുഞ്ഞാടിന്റെ കല്യാണം നടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എവിടെ വെച്ചായിരിക്കും ഈ കല്യാണം നടക്കുക? അറിയാം, എവിടെ വെച്ചായിരിക്കും കുഞ്ഞാന്റെ കല്യാണം നടക്കുക? മധ്യാകാശത്ത് വെച്ചല്ലേ? ലൊക്കേഷൻ ഏത് ലൊക്കേഷനിൽ വെച്ചായിരിക്കും? ഈ ഭൂമിയിൽ നടക്കുന്ന വിവാഹമൊക്കെ പല മണ്ഡലങ്ങളിൽ അല്ലേ? ഷിപ്പിൽ വെച്ച് കല്യാണം, സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് നടക്കുന്നവരുണ്ട്, ഫ്ലൈറ്റിൽ ആകാശത്തിൽ വെച്ച് നടക്കുന്നവരുണ്ട്, ഈ ഭൂമിയിൽ നല്ല ഓഡിറ്റോറിയം ഉണ്ടാക്കി അവിടെ വെച്ച് നടത്തുന്നവരുണ്ട്, കുടിൽ കെട്ടി കുടിലിനുള്ളിൽ വിവാഹം നടത്തുന്നവരുണ്ട് അല്ലേ? ഇന്നത്തെ UK ഒരു പ്രത്യേകമായ താല്പര്യമാണ് ബാണ്ടിന് വെച്ച് ഇങ്ങനെ പഴയ തൊഴുത്തുകൾ എന്ന് പറയും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പഴയ സ്ഥലങ്ങളിൽ ഒക്കെ അങ്ങനെ പലർക്കും പലവിധമായ ആഗ്രഹങ്ങൾ വിവാഹം നടത്തുന്നതിനെ പറ്റിയുണ്ട്. പക്ഷെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണം, മണവാളിനും മണവാട്ടിയും നമ്മൾ വിവാഹം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലൊക്കേഷൻ, അത് ഹെവൻ, ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ്. ബൈബിൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് മാരേജ് ടേക്ക് പ്ലേസ് ഇൻ ഹെവൻ, നോട്ട് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ വെച്ചല്ല അത് നടക്കുന്നത്. കാന്തയെ ചേർത്തുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എന്താ വായിക്കും? 4:14 അതോടും ക്രിസ്തുവിൽ മരിച്ചവർ ആകാശമേഘങ്ങളിൽ അവനോട്. അപ്പൊ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫിസിക്കൽ സിറ്റി ലൈക്ക് വി നോ ഓൺ എർത്ത്, ബട്ട് എ സ്പിരിച്വൽ, വേർ ഗോഡ്, ദൈവം വസിക്കുന്ന ഈ ഭൂമിയിൽ ഒരു കല്യാണം
ക്യാംബ്രിഡ്ജിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട് അല്ലേ? ഉണ്ടോ? ലണ്ടനിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, ഒരു പ്ലേസ് ഉണ്ട്. എന്നാൽ കുഞ്ഞാണ്ട കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ലൊക്കേഷനിലല്ല. മണവാളൻ എവിടെയുണ്ടോ, ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ, ദൈവം വസിക്കുന്ന സ്ഥലം എവിടെയാണോ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. അപ്പൊ അതൊരു ഫിസിക്കൽ ലൊക്കേഷനില്ല. കണക്ഷൻ ടു ദി ന്യൂ ജെറുസലേം. നമ്മള് Revelation 21 നമ്മൾ വായിക്കുന്നുണ്ട്. ആഫ്റ്റർ ദി മാരേജ് ദി ബൈബിൾ ഡിസ്ക്രൈബ്സ് സംതിങ് ഇമ്പോർട്ടന്റ്. Revelation 21 വായിക്കുന്ന ന്യൂ ജെറുസലേം കം ഡൗൺ ഫ്രം ഹെവൻ. This city is described as bride prepared for her husband. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഭാര്യയ്ക്കായി ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരു സ്വർഗത്തിൽ നിന്ന് ഒരുങ്ങിയിരിക്കുന്ന ഒരു ജെറുസലേം ഇല്ലേ? ഒരു പുതിയ സിറ്റിയെ പറ്റിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കാണിക്കുക. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ക്യാപിറ്റലായിരിക്കുന്ന ജെറുസലേം അല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ച് കളയരുത്. അങ്ങനെ മാനുഷികമായി ഒരുക്കിയിരിക്കുന്ന ഒരു ലൊക്കേഷൻ അല്ല, ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു സ്ഥലം. സകല വിശുദ്ധന്മാർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റിയ സ്ഥലമുള്ള ശ്രേഷ്ഠകരമായ ഒരു സ്ഥലം തൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് 14 അധ്യായത്തിൽ യോഹന്നാൻ 14 വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ആ സ്ഥലം ഒരുക്കിയാൽ, അതായത് മണവാട്ടിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാമെന്ന് മണവാളിന്റെ വാഗ്ദത്തമാണ് ഇല്ലേ? ക്രിസ്തു രക്ഷിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുന്നേ തന്റെ ശിഷ്യന്മാരെല്ലാം ആകെപ്പാട് നിരാശപ്പെട്ട് ഇനി മുൻപോട്ടൊരു ജീവിതമില്ല, സകലതും അവസാനിച്ചു എന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ കർത്താവ് പറയുക, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ എന്നേക്കുമായി അങ്ങ് കടന്നു പോവുകയല്ല. ഞാൻ കടന്നു പോകുന്നതിന് മുന്നേ 15-16 വായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഒരുക്കുവാനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ചിട്ട് ഞാൻ പോയിട്ട് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് കാര്യം മണവാളന്റെ സൈഡിൽ, വലത് സൈഡിൽ മണവാട്ടി ഇരിക്കുന്നത് പോലെ നിങ്ങളെയും ഇരുത്തുവാൻ തക്കവണ്ണം ഞാൻ വേഗത്തിൽ മടങ്ങി വരും. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം അല്ലേ? പഴയ നിയമ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ വാക്കുകളൊക്കെ എഴുതിയിരിക്കുന്നത്. യേശു സ്വഭൂമിയൊക്കെ പറയുന്നത് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു ഇല്ലേ? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ 10 ദ്രഹ്മ ആർക്ക് കൊടുക്കും? ആ സ്ത്രീക്ക് കൊടുക്കും, ഭാര്യയ്ക്കല്ല. ആ വിവാഹം നിശ്ചയം കഴിച്ച ആ സ്ത്രീക്ക് കൊടുക്കില്ലേ? അത് കഴിഞ്ഞ് ഈ പുരുഷന്റെ ദൗത്യം എന്നാ? ഈ സ്ത്രീയെ കൊണ്ടുപോയി, ഈ ഭാര്യയായി വരുവാൻ പോകുന്ന സഹോദരിയെ കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ പറ്റിയ നല്ലൊരു സ്ഥലം, നല്ലൊരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളതാണ് ഈ പുരുഷന്റെ ഏറ്റവും വലിയ ദൗത്യം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെയ്യുന്നതിനുള്ള കല്യാണം കഴിഞ്ഞിട്ട് കെട്ടി കയറി എങ്ങോട്ടേലും അപ്പൻ്റെ അമ്മയുടെയും വീട്ടുള്ളിൽ അന്ന് തൊട്ട് ആ പെണ്ണിന്റെ കട്ട അമ്മായിമ്മ കുത്തും, നാത്തൂൻ കുത്തും ഇല്ലേ? ഇല്ലാത്ത പ്രതിസന്ധികളൊക്കെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ പിന്നീടാണ് ചെറുക്കൻ ആഗ്രഹിക്കുന്നത് ഇവക്കൊരു പാർപ്പിടം വേണമെന്ന്. പഴയ കാലത്ത് അങ്ങനല്ല. പഴയ കാലത്ത് എന്ത് ചെയ്യും? വിവാഹത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ചെറുക്കനൊരു ആഗ്രഹമുണ്ട്, ഒരു ഭവനം ഒരുക്കണമെന്നില്ലേ? ഒരുക്കി. പക്ഷെ ഈ ഭാര്യയ്ക്ക് ഒരു വിശ്വസ്ത ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് 10 ദ്രഹ്മ കൊടുക്കുന്നത് അല്ലേ? അതിലൊന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവളുടെ അവിശ്വസ്തത വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് 9 ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയല്ല, ആ നഷ്ടപ്പെട്ടത് പോയതിനെ തിരക്കി വിളക്ക് കത്തിച്ച് അല്ലേ, ഏതെല്ലാം പൊടിപടലങ്ങളുണ്ടോ അതെല്ലാം മാറ്റി അടിച്ചു വാരി വൃത്തിയാക്കി അതിന്റെ നടുവിൽ നിന്ന് അത് കണ്ടുപിടിക്കും. എന്താണെന്നറിയുമോ? ഇല്ലെങ്കിൽ മണവാളം വരുമ്പോൾ ഇവളെ അവിശ്വസ്തയാണെന്ന് മനസ്സിലാക്കി ഇവളെ തള്ളിക്കളയുവാനിടയാകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ വരുമെങ്കിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കത്തക്ക വണ്ണം ആമീൻ നമ്മുടെ മുന്നിൽ കത്തിച്ചു വെക്കുന്ന വിളക്കാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം നമ്മളുടെ മുന്നിൽ കത്തിച്ചു വെക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് ചൂലെടുത്ത് അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി
ശുദ്ധീകരണം പ്രാപിച്ച് നഷ്ടപ്പെട്ടതൊക്കെ മടക്കിയെടുക്കുവാൻ ഒരു ദൈവവേദന കഴിഞ്ഞാൽ കർത്താവ് അടുത്ത നിമിഷം വന്നാൽ കർത്താവിനോട് നമ്മൾ എടുക്കപ്പെടും. കാരണം നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ നികത്തുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നഷ്ടമുണ്ടാകില്ല എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നഷ്ടത്തിന് സാധ്യതയുണ്ടല്ലേ ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ. യേശുക്രിസ്തു പറയുന്ന സകല ഉപമകളുടെയും സകല വാക്കുകളുടെയും പുറകിൽ ആഴമേറിയ മർമ്മങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും വിശ്വസ്തരായി എല്ലാവരും പ്രൈസിലോ പൂർണ്ണമായി പെർഫെക്റ്റായി ജീവിതം നയിക്കണമെന്നൊന്നുമില്ല. യേശു അല്ലാതെ പെർഫെക്റ്റായി ജീവിതം നയിച്ച ആരും ഇല്ല, ഇല്ലേ? പൗലോസൊക്കെ വിശ്വാസം വരുന്നതിന് മുന്നേ എന്തെല്ലാം തലത്തിൽ കൂടിയാ പോയതില്ലേ? പൗലോസ് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് തന്നെ തകർത്ത് കളയുവാൻ എന്തെല്ലാം പോരുകൾ അതിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എന്റെ നടുവിലൊക്കെ നാം പിടിച്ചു നിന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് യേശു ഉപമ പറഞ്ഞപ്പോൾ 10 താലന്തിന്റെ ഉപമ പറഞ്ഞിട്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ, എന്നിട്ട് ഒന്നിനെ കണ്ടുപിടിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഏറ്റവും വലിയ കാര്യം. ഓരോ മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ അവിടെ നിന്ന് വെളിപ്പെടുത്തി തരണമേ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ചോദ്യചിഹ്നവുമായി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആ മീറ്റിംഗ് നമുക്ക് അനുഗ്രഹമായിരിക്കും. തൻ്റെ തെറ്റുകളെ കണ്ടുപിടിക്കുന്നവനാ തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തെറ്റുകളെ പോക്കി മോചിപ്പിക്കണമേ, അല്ലേ? അപ്പോൾ തന്നെ സദൃശവാക്യങ്ങളിൽ വായിക്കുന്നത് ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭത വരികയില്ല എന്ന് പറഞ്ഞാൽ തമ്പുരാൻ ലംഘനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് മറച്ചു വയ്ക്കുന്നവൻ എന്തുണ്ടാവില്ല? ശുഭത വരില്ല എന്ന് പറഞ്ഞാൽ ഈ താലന്തുകൾ ദൈവാത്മാവ് നഷ്ടപ്പെട്ടത് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പൊടിയുടെ അടിയിലേക്ക് അല്ലെങ്കിൽ ആ ചപ്പിന്റെയും ചവറുകളുടെയും അടിയിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ വചനം പറയുന്നു അത് ശുഭതയാകുകയില്ല. അത് വീണ്ടെടുക്കുവാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരത്തിൽ നമ്മളത് വീണ്ടെടുക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മുതലേ 21-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഒരു പുതിയ മണവാളനായി ഒരുങ്ങിയിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന bride prepared for her husband, അല്ലേ? അത് ഈ നമ്മൾ പറയുന്നത് ആകാശമണ്ഡലങ്ങളിൽ വിവാഹം നടക്കുമെന്നൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ച് ലൊക്കേഷനോ അതിൻ്റെതായ കാര്യങ്ങളോ എവിടെയാണെന്നൊന്നും പ്രത്യേകിച്ച് വചനത്തിൽ എത്രത്തോളം ആഴത്തിൽ നമ്മൾ പരതിയാലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലേ? പ്രൈസ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 പോയിന്റുകളാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, മണവാട്ടിക്ക് വേണ്ടി അലങ്കരിച്ചിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ചായിരിക്കും വിവാഹം നടക്കുക. പ്രൈസ് ദി ലോർഡ്. The result is revealed in the New Jerusalem where Christ and his people dwell together forever. ക്രിസ്തുവും മണവാളനും മണവാട്ടിയുമായി ജീവിക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ ഒരു ഗാർഡൻ ഉണ്ടാക്കിയില്ലേ? ആ ചരിത്രം അറിയാമോ? രാജ്യത്തിലേക്ക് ഇന്ന് പോലും സമയമില്ല. എത്രയോ മനോഹരമായ അന്നത്തെ കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ 7 അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്ന ഒരു ഇങ്ങനെ ആടുന്ന, സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ആടുന്ന ഒരു പൂന്തോട്ടം, ഏറ്റവും മനോഹരം. നിങ്ങളത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി പഠിക്കണം അതെങ്ങനെയാണ്.
അത് അതിൻ്റെ ആ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കുവാനാവാത്തതാണ്. അന്നിൻ്റെ കാലഘട്ടത്തിൽ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എത്ര ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് തട്ട് തട്ടായി ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ഹരിതപൂർണമായ, നല്ല പച്ചപ്പുള്ള, നല്ല അനുഗ്രഹീതമായ ഒരു പൂന്തോട്ടം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ആരുണ്ടാക്കി? നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കുവാനിടയായില്ലേ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ മാനുഷികമായി ഉണ്ടാക്കുന്ന, എന്നാൽ ആ പൂന്തോട്ടം ഇപ്പോൾ ഉണ്ടോ? ഇല്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി എത്ര സൗന്ദര്യത്തോടെ ഉണ്ടാക്കുന്നതാണെങ്കിലും അതൊക്കെ തകർന്നു പോകുന്നതാണ്. തമ്പുരാൻ തൻ്റെ ജനത്തിന് വേണ്ടി ഒരു അനുഗ്രഹീതമായി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏദൻ പൂങ്കാവനത്തിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ മഹത്വം തിരിച്ചെടുക്കത്തക്കവണ്ണം അതിനെക്കാട്ടി വലിയ മഹത്വത്തിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണല്ലേ? നമ്മള് പാട്ടുകാരനോടുകൂടി ചേർന്നിങ്ങനെ പാടുമല്ലോ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന അക്കരെ നാട്ടിലില്ലേ? ജീവവൃക്ഷത്തിൻ തണലിൽ ജീവവൃക്ഷത്തിൻ തണലിൽ മധ്യാകാശി സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശി സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, വെള്ളത്തിനായി കേടുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേടുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. പ്രിയനേ എന്റെ യേശുനായകനേ, എപ്പോൾ വരും? പ്രിയനേ എന്റെ യേശുനായകനേ, എപ്പോൾ വരും? അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരുക്കിയ ആ ഒരു ഹാങ്കിങ് ഗാർഡൻ അല്ലെങ്കിൽ റോയൽ ഗാർഡൻ എത്ര മനോഹരമായിട്ടാണ് താൻ ഉണ്ടാക്കിയത്. ദോസ് വെയർ എർത്ത്ലി, അത് ഭൂമിയിലുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് ടെമ്പററി ആൻഡ് ഹ്യൂമൻ മെയ്ഡ്, മാനുഷിക കലകളാൽ ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഉദ്യാനം, തൂങ്ങി ആടുന്ന, ഹാങ്കായി കിടക്കുന്ന ഒരു ഗാർഡൻ. എന്നാൽ തൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പ്ലേസ് എന്ന് പറയുന്നത് അത് എറ്റേണലാണ്, അത് ഹോളിയാണ്, അത് ഡിവൈനാണ്, അത് ഹെവൻലി ഗ്ലോറി ഈസ് ബിയോണ്ട് ഫിസിക്കൽ ബ്യൂട്ടി. സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന മഹത്വം മാനുഷികമായി ഒരുക്കുന്ന സകല മഹത്വത്തെക്കാട്ടിലും എത്ര ശ്രേഷ്ഠകരമായിരിക്കും. അതിനോട് തുലനം ചെയ്യുവാൻ ഒന്നുമില്ല. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ വിശുദ്ധന്മാരുണ്ട്, അവിടെ എറ്റേണൽ ജോയിയുണ്ട്, അവിടെ ഫെലോഷിപ്പുണ്ട്, ദൈവവുമായുള്ള കൂട്ടായ്മയുണ്ട്.
ആമീൻ. അവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ പറ്റുന്നത് മണവാളനും മണവാട്ടിയും തമ്മിൽ ഒരുമിച്ച് സംയോജിക്കുന്നതായ ആ സ്ഥലം. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിൽ അതിനുശേഷം വിശുദ്ധന് ന്യായമായ പ്രതിഫലം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ ഒന്ന് വായിച്ച്. എഫെസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ, വ്യക്തി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം. നമുക്കൊരു പ്രതിഫലമുണ്ട്. നമ്മൾ സന്തോഷത്തോടെ ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യണം? ചെയ്യുന്നതിൻ്റെ എല്ലാം പുറകിൽ ഒരു പ്രതിഫലമുണ്ട്. അപ്പൊ വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന അന്ന് കൊടുക്കുന്ന പ്രതിഫല വിഭജനം എന്ന് പറയുന്നത് അതൊരു ജഡ്ജ്മെന്റ് അല്ല, ഒരു ന്യായവിധിയല്ല. പിന്നെയോ അതൊരു ദൈവത്തിന്റെ പൈതലിന് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഈ ലോകത്തിൽ അനുഭവിച്ച കഷ്ടതകൾക്കും പലവിധമായ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. വീണ്ടും നമ്മൾ കടന്നു വരും. There are 5 types of judgment. 5 രീതിയിലുള്ളതായ ന്യായവിധികളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയുമോ? ഞാൻ പണ്ട് എടുത്തിട്ടുള്ളത്. ഒന്ന്, ദൈവസഭയുടെ ന്യായവിധിയുണ്ട്. എന്ന് ഓടിച്ചു പറഞ്ഞു പോവാം. 2, പാപികളുടെ ന്യായവിധിയുണ്ട്. 3, സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുടെ ന്യായവിധിയുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ന്യൂസിന്റെ നടുവിൽ ഒരു ഡിബേറ്റായിട്ട് വന്നല്ലേ. സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുടെ ന്യായവിധി. 4, ഇസ്രായേലിന്റെ ന്യായവിധിയുണ്ട്. 5, പിശാചിന്റെയും അവന്റെ ദൂതന്മാരുടെയും ന്യായവിധിയുണ്ട്. ഇപ്പൊ എത്ര ന്യായവിധിയുണ്ട്? 5 ന്യായവിധി. 6 ആണ് ആദ്യം ദൈവസഭയുടെ ന്യായവിധി. പിന്നെ പാപികളുടെ, സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പാപികളുടെ. 3, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുടെ ന്യായവിധി. 4, ഇസ്രായേലിന്റെ ന്യായവിധി. പിശാചിന്റെയും ദൂതന്മാരുടെയും. അപ്പോൾ ആദ്യം ആരുടെ ന്യായവിധി നടക്കുന്നത്? 1 പത്രോസ് 1 Peter chapter 4 verse 17. For it is time for judgment to begin at the house of God. ന്യായവിധി ആരംഭിക്കുന്നത് എവിടെയാ? പാപികളുടെ ന്യായവിധിയുണ്ട്. സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുടെ ഉണ്ട്, ഇസ്രായേലിന്റെ ഉണ്ട്, പിശാചിന്റെ ഉണ്ട്. പക്ഷെങ്കിൽ ദൈവം തുടങ്ങുന്ന എവിടെയാ? ദൈവഭവനത്തിൽ അല്ലേ, ദൈവസഭയിൽ. ഒന്നുകൂടി ഇത് വായിച്ച വാക്യം. ന്യായവിധി ദൈവ ഗ്രഹത്തിൽ. ഏതാണ് ദൈവഗ്രഹം? God's house refers to God's people, especially the church believers in Christ. ക്രിസ്തുവിന്റെ പടയാളികളായ, ക്രിസ്തുവിന്റെ ദാസന്മാരായ, ക്രിസ്തുവിന്റെ മക്കളായി നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന സ്ഥലം. Those who claim to belong to God. ഞാൻ ദൈവത്തിന്റെ വകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സ്ഥലം. The spiritual household of faith. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ. So this is not about physical temple but about believers life. നമ്മുടെ ജീവിതമാകുന്ന ഗ്രഹം. മനസ്സിലായോ? വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ന്യായവിധി, അതായത് ദൈവഗ്രഹം. ഏത് ഭവനം? മനസ്സിലായോ?
അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കലായി കാണിക്കുന്ന ഒരു ദേവാലയമില്ല. മനസ്സിലായോ? ഇന്നടത്ത് ന്യായവിധി നടക്കുമെന്നല്ല, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഞാൻ എന്ന ഗ്രഹം എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്നെ പോലെ ഇത്രത്തോളം ദൈവത്തിന്റെ മക്കളാകുന്ന ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ന്യായവിധി ഏത് ഗ്രഹമാണെന്ന് മനസ്സിലാകും. Praise the Lord. So judgment begins it does not mean condemnation for destruction. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഗ്രഹത്തിൽ നശിപ്പിച്ചു കളയുന്ന ഒരു ന്യായവിധിയല്ല, തകർത്ത് കളയുന്ന ഒരു ന്യായവിധിയല്ല. പിന്നെയോ for true believers instead is traversed to divine purification. ഒരു ആത്മീകമായ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അനുഭവം, കറക്ഷൻ ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത് ആൻഡ് എക്സ്പോഷർ ഓഫ് ട്രൂ ആൻഡ് ഫാൾസ് ബിലീവേഴ്സ്. യഥാർത്ഥമായ വിശ്വാസി ആരാണെന്നും അവിശ്വാസി ആരാണെന്നും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ജഡ്ജ്മെന്റ്. God first deals with those who know Him to purify them before final judgment come to the world. ഈ ലോകത്തിൽ വലിയ ഭയങ്കരമായ ന്യായവിധി വരുന്നതിന് മുന്നമേ ദൈവം തന്റെ സഭയിൽ, ദൈവം തന്റെ ജനത്തിൽ ഒരു പേഴ്സണൽ പ്യൂരിഫിക്കേഷൻ നടത്തും. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടത്തി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വലിയ ന്യായവിധിയിൽ ഇവർ അകപ്പെടാതിരിക്കുവാൻ. മനസ്സിലാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പാപികളെയും ദൂട്ടന്മാരെയും ഈ പിശാചുകളെയും ഒക്കെ മാറ്റിവെച്ച് ആദ്യം ദൈവഭവനത്തിൽ ന്യായവിധി നടത്തുന്നെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ നടക്കുന്ന ന്യായവിധി മടക്കി വരുത്താനുള്ള ന്യായവിധിയല്ല. ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്നത്തേക്കുമായി അവർ ചെയ്തതിന് തക്കവണ്ണം അവർക്ക് സ്ഥലം കൊടുക്കുവാൻ. എന്നാൽ ദൈവസഭയിലോ ദൈവവേദിയിലോ ജീവിതത്തിലോ നടത്തുന്ന ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്നത്തേക്കുമായി പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പാതാളത്തിലേക്ക് തള്ളിക്കളയുവാനല്ല, അവിടോട്ട് വിടാതിരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൾ ദൈവസഭയിൽ ഇത് ആവശ്യമാണോ? പത്രോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായവിധി ദൈവ ഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനുള്ള യഥാർത്ഥ ഭക്തൻ ആരാണെന്നും യഥാർത്ഥ അല്ലാത്തതായി ഈ കൈയടിക്കുന്നതും ഈ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഈ സമയങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ ഒറിജിനലാണോ, അത് പ്രയോജനമുള്ള വിശ്വാസമാണോ എന്നൊക്കെ വെളിപ്പെടുന്ന ദിവസങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുക. Why judgment starts with God's people first? എന്തുകൊണ്ടാണ് ഇത് ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കണമെന്ന് പറയുന്നതിന് കാരണം those with greater responsibility are judged first. Those who know truth are accountable for it. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചവർ കൂടുതൽ കണക്ക് പറയണം. പ്രൈസ് ദി ലോർഡ്. അവര് അക്കൗണ്ടബിൾ ആണ്. ആരോട്? ദൈവത്തോട്. അത് ഇടയ്ക്കിടയ്ക്ക് അത് തന്നവനെന്ന് ഓർമ്മിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവാത്മ പറഞ്ഞു, നിനക്ക് നാക്ക് തന്നത് ഞാനല്ലേ. എന്നല്ലേ വായിക്കുന്നത്? ഞാൻ വിക്കനാണ്, ഓമനാണ്, കഴിവില്ലാത്തവനാണെന്നൊക്കെ പറയുമ്പോൾ ദൈവാത്മ പറഞ്ഞ് ഞാൻ മനുഷ്യനെ സംസാരിക്കുവാൻ കഴിവ് കൊടുത്ത ഞാനല്ലേ. നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കൃപ തന്ന ദൈവമാണോ? ആ കാല് നമുക്ക് തന്നതിന് ദൈവത്തിനെ കണക്ക് പറയണം. നമുക്ക് കരം തന്ന ദൈവമല്ലേ. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം തരുമ്പോൾ ഈ കരമടിക്കാത്തതിന് കണക്ക് ആരോട് പറയണം? പാഷനോട് പറയണ്ട.
കൂട്ടുവിശ്വാസികളോട് പറയണ്ട, കരം തന്നവനോട് പറയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ നാക്കും വാക്കും കഴിവും ശക്തിയും ആരോഗ്യം ഒക്കെ നൽകി തന്നിട്ടും പ്രൈസ് ദി ലോർഡ്, ആമീൻ, അനങ്ങാതിരുന്നാൽ ആരോടാ കണക്ക് പറയണ്ടേ? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴല്ല ഇങ്ങോട്ട് വരുന്നതിന് അരമണിക്കൂർ മുമ്പേ എൻ്റെ നടുവിനെ നല്ലൊരു പിടുത്തം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പിടുത്തം പിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ്റും, ചർച്ചിൽ വരാം, ആരാധനയ്ക്ക് വരാൻ പറ്റാത്ത പശ്ചാത്തലമാണ്. പക്ഷെങ്കിൽ ഉത്തരവാദിത്വത്തിൽ കിടക്കുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഒരു ദൈവവേദിയിലെ കടമയായതുകൊണ്ട്, ഒരാഴ്ച ശ്വാസം വിടാൻ കൃപ തന്നതുകൊണ്ട്, ആരോഗ്യം തന്നതുകൊണ്ട് ആമീൻ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള എൻ്റെ കടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നമുക്കൊക്കെ അതിനേക്കാൾ എത്രയോ സില്ലി തിങ്സ് ആണ് നമ്മുടെ ആരാധന മുടക്കുന്നത്, അല്ലേ? എത്രയോ നിസ്സാരമായി. അപ്പം നിന്റെ വിഷയത്തെക്കാൾ എത്ര ചെറുതായിട്ടാണ് ദൈവത്തെ നീ കാണുന്നത്. നിനക്ക് ആയുസ് തന്ന ദൈവത്തെ നീ എത്ര ചെറിയവരായിട്ടാണ് കാണുന്നത്, അല്ലേ? എത്രയോ പേർ തകർന്നു പോയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പേരിൽ തകരാതെ നിർത്തിയിരിക്കുന്ന ദൈവത്തെ നീ എത്ര ചെറുതായി കാണുന്നു, അല്ലേ? ഇന്ന് പകൽക്കാലം സമയം നമ്മളിവിടെ എടുക്കുവാൻ പോകുന്ന സങ്കീർത്തനം രാവിലെ എന്ന് വായിച്ചു. ഈ കാര്യങ്ങളെല്ലാം വായിച്ചിട്ടാണെന്ന് എനിക്കറിയാം. ആകാശത്തിലും ഭൂമിയിലുള്ളവയെ ഇതെഴുതിയിരിക്കും. നോക്കണ്ട, വായിച്ചിട്ട് വന്നല്ലേ? ആകാശത്തും ഭൂമിയിലുള്ളവരെ അവന് കുനിഞ്ഞു നോക്കിയിരിക്കുന്നില്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ TV കാണാൻ എനിക്ക് കുനിയേണ്ട കാര്യമില്ല. കാരണം അത് സ്പഷ്ടമായിട്ട് എനിക്ക് കാണാം, വളരെ വലുപ്പമുള്ളതാണ്, അല്ലേ? ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും കാണാൻ എനിക്ക് കുനിയില്ല. പക്ഷെ ഇതിന്റെ താഴെ ചെറിയ പൊടി കിടക്കുന്നത് കാണുന്നത് അല്ലേ? കാരണം എന്റെ കണ്ണിനെ അത് പിടിക്കുന്നതിനേക്കാൾ ചെറുതാ. ആകാശത്തെയും ഭൂമിയും കുനിഞ്ഞു നോക്കണമെങ്കിൽ വലിയവനായ ദൈവത്തിന്റെ ആകാശ ഭൂമി എത്ര ചെറുതാ. ഞാൻ ആ വാക്യം രാവിലെ വായിച്ചിട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ആകാശത്തിൽ ഭൂമിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവത്തെ ഇത്ര ചെറുതായിട്ട് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര വലിയവനായ ദൈവമാണെങ്കിലും ഉന്നതൻ ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും മഹാപരിശുദ്ധൻ എന്ന നാമമുള്ളവനാണെങ്കിലും താഴ്മയുള്ളവരുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ സ്തോത്രം. എന്നിട്ട് അവൻ പറയുന്നു, അവൻ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അങ്ങനെ ആ സങ്കീർത്തനം അതൊക്കെയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞിട്ട് വായിക്കാം. ഓക്കെ, നമുക്ക് ആ വെളിയവനെ ഈ പൊടിയിൽ നിന്ന് ഉയർത്തി ഇങ്ങനെ ഉയർത്തുന്നത് നമുക്ക് കുനിയേണ്ട കാര്യമില്ല, അല്ലേ? നീ അവനെ മനുഷ്യനേക്കാൾ അല്പം മാത്രം താഴെ. നമ്മുടെ ദൈവം എളിയനെ കുപ്പയിൽ നിന്ന് പിടിച്ചുയർത്തി അവനെടുത്തേണ്ട മണ്ഡലങ്ങളിലെത്തുന്നു. ദൈവത്താലല്ലാതെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഈ ജോസഫിനെ കൊണ്ടുവന്ന് എത്രത്തോളം വലിയ രാജകസേരയിൽ ആർക്കും പറ്റത്തില്ല. കാരണം സ്വർഗത്തിൽ നോക്കിയപ്പോൾ ഒരുവനിതാ കുപ്പയിൽ കിടക്കുന്നു. ഞാൻ വലിയവനാണ്, ഞാൻ ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, സകലതും എൻ്റെ എൻ്റെ കാലിൻ്റെ കീഴിലാണ്, സകലത്തിൻ്റെയും ഉടയവനാണ്. ആകാശത്തിൽ ഭൂമിയിൽ നിറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ പൗലോസിന്റെ പ്രസംഗത്തിലുണ്ട്, അവൻ ആകാശത്തെയും ഭൂമിയെയും അതിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ്, ഇല്ലേ? ഈ പ്രൈസർ ഏതൻസിൽ പോയുള്ള തന്റെ പ്രാമീയ പ്രസംഗത്തിനകത്തുണ്ടല്ലേ? പ്രൈസറോ, ദൈവത്തിന് ഇത്ര വലിയവനാണെങ്കിൽ നോക്കിയപ്പോൾ ഒരാൾ എവിടെ കിടക്കുന്നു? കുപ്പയിൽ കിടക്കുന്നു. പിടിച്ചുയർത്തുവാൻ സ്വർഗത്തിൽ നിറങ്ങി. എന്നെ നിന്നെ കുപ്പയിൽ നിന്ന് പിടിച്ചുയർത്തുവാൻ ഇറങ്ങിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്താൽ ദൈവത്തിന്റെ പൈതലിൽ നമുക്ക് അനങ്ങായിരിക്കാൻ പറ്റുമോ?
ഏത് നാട് ഒടിഞ്ഞു കിടന്നാലും ചാടി എഴുന്നേറ്റ് വരത്തില്ലേ? ആ ദൈവസ്നേഹത്തിന്റെ ആഴ് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇന്ന് മുതൽ അത് മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടുതൽ ഉത്തരവാദിത്തം കിട്ടിയവൻ കൂടുതൽ കണക്ക് പറയണം അല്ലേ? അധികം കിട്ടിയവന് അധികം അറിഞ്ഞവന് അധികം അടികൊള്ളൂ, അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? അവരൊത്തിരി കണക്ക് പറയേണ്ടതാണ്. If God's people are not holy, how can they represent him to the world? നമ്മളൊക്കെ ആരാകേണ്ടവരാ? ലോകത്തെ ന്യായം വിധിക്കേണ്ടവരാ. ഈ ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ ആരാ? കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോട് എടുക്കപ്പെട്ടിട്ട് പിന്നെന്ത് ചെയ്യാ? ഇപ്പൊ ചെയ്യുന്ന ഒരു ഈ നഴ്സിന്റെ ജോലി, ഇപ്പൊ ചെയ്യുന്ന ഒരു ടാക്സി പണിയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി എന്തുവാ? ഇത് നമ്മുടെ മനസ്സിനകത്ത് ചെല്ലട്ടെ, മൈൻഡിൽ അതൊന്ന് പതിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാനുള്ള കാരണം ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് നഴ്സിന്റെ പണിയും ഡോക്ടറിന്റെ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നം ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ശുദ്ധീകരണത്തിനൊന്നും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുവാൻ പോകുന്ന പണി പത്രോസ് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞ മറുപടി എന്നാ? നിങ്ങൾ ഇരുന്ന് ഞാൻ ചോദിക്കും, നമ്മൾ അതിനും പറയും, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ വായിച്ചിട്ടില്ലേ? നമുക്ക് അറിവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധരായിരിക്കണം അല്ലേ? വിശുദ്ധരായെങ്കിൽ മാത്രമേ വിശുദ്ധമായ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വലിയ മഹാപ്രവൃത്തി ചെയ്യേണ്ടവരാണ്, മഹാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. അതാത് സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ പൈതൽ, ഒരു ദൈവത്തിന്റെ പൈതൽ ഈ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത് എപ്പോഴും ആമീൻ പിതാവ് ദൈവത്തോടു കൂടി ഇരുന്ന് ഇങ്ങനെ ആരാധിക്കുന്ന ജോലി മാത്രമല്ല, നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ സർവശക്തനായി ദൈവം ഏൽപ്പിക്കുവാനുണ്ട്. ലോകത്തെ ന്യായം വിധിക്കുന്ന ഉത്തരവാദിത്വം. ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. ഇവിടെ ക്യാമ്പിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ആസ്ട്രേലിയയിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച നൊടിയുടെ നേരം കണ്ട് അവിടെ ചെന്ന് അത് ചെയ്യുവാനുള്ള ഒരു ആത്മീക ശക്തി നമ്മുടെ പേരുണ്ട്. പറന്ന് അവിടെ ചെല്ലുവാനുള്ള യഥാർത്ഥ പ്രൈസിലോ വളരെ വ്യക്തമായി യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് അവർ കഥ കടച്ച് കൂട്ടി ഒരു രീതിയിലും ആമീൻ പിലാത്തോസിന്റെ ശക്തിയോ ഹെരോദാവിന്റെ ശക്തിയോ മതപൗരോഹിത്യ ശക്തി ഒന്നും അവരോട് അടുക്കാതെ അവരാപോളം സകലത് ബന്ധിച്ച് അകത്തിരിക്കുമ്പോൾ കർത്താവ് അതിന് നടുവിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് യേശുവിനെ അവർ കണ്ടു, യേശുവിന്റെ വിലാപ്രം കാണിച്ചു കൊടുത്തു ഇല്ലേ? എന്നിട്ട് യേശു അവരോട് കൂടി അപ്പം കഴിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ യഥാർത്ഥമായി അവർക്ക് കാണാം, യേശുവാണെന്ന് വ്യക്തമായി അവർക്ക് അറിയാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു വ്യക്തമായി കണ്ടു. ആദ്യം അവർക്ക് മനസ്സിലായില്ല. പ്രൈസിലോ അവരുടെ കൂട്ടത്തിൽ ഒരു പരദേശി നടന്നു പോവുകയാണെന്ന് അവർക്ക് തോന്നിയത്. പക്ഷെ ഒരു വ്യക്തിയാണെന്ന് കണ്ടില്ലേ? ഇല്ലേ? ഒരു പ്രൈസിലോ അശരീരിയായിട്ടാണ് അവർ കണ്ടത്, അല്ലെങ്കിൽ നിഴലായിട്ടാണ് അവർ കണ്ടത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി. അവർ വീട്ടിൽ ചെന്ന് അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വ്യക്തി സാധാരണ വ്യക്തിയൊന്നുമല്ല, ഇത് നസ്രായനി യേശു. പക്ഷെ നൊടി കണ്ട് യേശു അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരിൽ നമ്മൾക്ക് നിമിഷം ഏതടയ്ക്കപ്പെട്ട മണ്ഡലങ്ങളിലും ഏത് രാജകീയ അധികാര സ്ഥാനങ്ങളിലും ആമീ രാജ്യത്തെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവരായി ദൈവം തന്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്ന ദിവസങ്ങളുണ്ട്, ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ദിവസങ്ങളുണ്ട്, ലോകത്തെ ന്യായവിധിക്കുന്ന ദിവസങ്ങളുണ്ട്. നമുക്ക് വലിയ ഉത്തരവാദിത്വം. അതാണ് പറയുന്നത്, അനേകരെ നീതിയിലേക്ക് തിരിച്ചവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങള്, പട്ടണങ്ങള്, ദേശങ്ങള് അങ്ങനെയൊക്കെ തന്റെ ജനത്തിന്റെ കലങ്ങളിൽ തരും. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ, എന്തിനു പറയുന്നു? നിങ്ങൾ പാർക്കുന്ന ഒരു ചെറിയ പട്ടണത്തിൽ വിശ്വസ്തനായിരുന്നാൽ ആ ദേശത്തിന്റെ നടുവിൽ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ ദൈവത്തിന്റെ ബദലിൽ അതിനുശേഷം ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന പട്ടണങ്ങളായിരിക്കും.
ആ പട്ടണങ്ങളെ നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൈസ് സ്റ്റേറ്റ്സിനെ ആയിരിക്കും. അത് കഴിഞ്ഞ് കിട്ടുന്ന കൺട്രി. ഇങ്ങനെ ദൈവത്തിന്റെ പൈതലെ നമ്മൾ ഏൽപ്പിച്ച അല്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ അല്പത്തിൽ നിങ്ങളെ വിചാരകനാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അധികത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 താലന്തിൽ നിങ്ങൾ ശോഭിക്കപ്പെട്ടാൽ നിങ്ങളെ പിന്നെ ഏൽപ്പിക്കുന്ന 10 താലന്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏൽപ്പിക്കുന്ന മഹനീയമായ പദവികൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായിരിക്കണം. അതിനുവേണ്ടി ഈ ദൈവിക ഭവനത്തിൽ ന്യായവിധി നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ദൈവിക ഭവനത്തിൽ ശുദ്ധീകരണങ്ങൾ നടന്നെങ്കിലേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടന്നില്ലെങ്കിൽ how can we represent him to the world? നമ്മുടെ കർത്താവിന്റെ ആമീൻ ഹല്ലേലൂയ സ്തോത്രം സ്ഥാനാപതിയായി നമുക്ക് എങ്ങനെ ലോകത്തിൽ നിൽക്കുവാൻ പറ്റും? So judgment begins inwardly, then extends outwardly. നമ്മുടെ ജീവിതത്തിൽ അകത്ത് ശുദ്ധീകരണം നടന്നിട്ട് അത് പിന്നത്തേതിൽ പുറത്തേക്ക് നീതിയായി വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 11:31 വായിച്ചാൽ 1 കൊരിന്ത്യർ 11:31. നാം നമ്മെ തന്നെ വിധിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ജഡ്ജ്മെന്റ്, എക്സാമിൻ അവർ ഓൺ ലൈഫ് ഇല്ലേ? ആ ജഡ്ജ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം കേട്ടു ന്യായവിധി അല്ലെങ്കിൽ വിധി, ജഡ്ജ്മെന്റ് എവിടെയാണ് ആരംഭിക്കുന്നത്? ദൈവഭവനത്തിൽ ഇല്ലേ? ആ ദൈവഭവനത്തിൽ ജഡ്ജ്മെന്റ് ആരംഭിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് വചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ, ദൈവാലോചനയിൽ കൂടി, ദൂതുകളിൽ കൂടി, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്ന സാക്ഷ്യത്തിൽ കൂടിയൊക്കെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ we have to examine ourselves. നമ്മെ തന്നെ വിധിച്ചാലുള്ള ഗുണമുണ്ട്. വലിയ ദൈവിക ന്യായവിധിയിലേക്ക് നാം കടന്നു പോവുകയില്ല അല്ലേ? അപ്പോൾ ആദ്യത്തെ ജഡ്ജ്മെന്റ് എവിടെയായിരിക്കണം? സെൽഫ് ജഡ്ജ്മെന്റ് ആയിരിക്കണം. 2 Hebrews chapter 12 verse 6. Chastening or discipline. കർത്താവ് താൻ So God correcting his children. ഒന്ന്, നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യണം, വിധിക്കപ്പെടണം. 2, ദൈവം തന്റെ മക്കളെ, ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും അല്ലേ? 3 1 Corinthians chapter 3 verse 13 to 15. Testing of our works. നമ്മുടെ പ്രവർത്തികൾ പരിശോധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇല്ലേ? ഒരുത്തന്റെ അപ്പോൾ റിമൂവിംഗ് സിൻസ് ത്രൂ ദ ഫയർ, തീയിൽ കൂടി, അഗ്നിശോധനയിൽ കൂടി പരിശോധിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മീകമായ ശുദ്ധീകരണം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിച്ചു കഴിയുമ്പോൾ ഫൈനൽ അക്കൗണ്ടബിലിറ്റി ഫോർ ബിലീവേഴ്സ് വർക്ക്, റിവാർഡ് ഓർ ലോസ് ഓഫ് റിവാർഡ്, നോട്ട് സാൽവേഷൻ ലോസ് ഫോർ ട്രൂ ബിലീവേഴ്സ്. ദൈവ പൈതലിന്റെ സാൽവേഷൻ, രക്ഷ നഷ്ടപ്പെടുകയില്ല, പക്ഷെ അവർക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറയാൻ കാരണം എന്നാ? ആ ന്യായവിധി നടക്കുന്നത് എവിടെ വെച്ചാ? ആ പ്രതിഫലം വിധിക്കുന്നത് എവിടെ വെച്ചാ? സ്വർഗത്തിൽ വെച്ചല്ലേ? പിന്നീട് രക്ഷ നഷ്ടപ്പെടുമോ? പക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിഫലം വിധിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ചല്ല, പിന്നെയോ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന്
മണവാളിനും മണവാട്ടി സമയമായിരിക്കുന്ന സമയത്താണ് പ്രതിഫലം വേദിക്കും. പിന്നെ രക്ഷ നഷ്ടപ്പെടുന്ന പക്ഷേ എന്ത് നഷ്ടപ്പെടും? നമുക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടുവാനിടയാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, God is serious about holiness inside the church. An external judgment of the world will follow. Therefore, believers must repent, purify, and live faithfully. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധി എന്ന് പറയുന്ന ദൈവത്തിന് അത്യന്താപേക്ഷിതമായ വിഷയമാണ്. ആ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ മറന്നു കളയരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധമായ ജീവിതമായിരിക്കണം. അപ്പോൾ നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ച വിഷയം ഇതാണ്. 5 വിധമായ ജഡ്ജ്മെന്റുകളെ പറ്റി നമ്മൾ വായിച്ചു. 1, ദൈവസഭയുടെ ന്യായവിധി. 2, പാപികളുടെ ന്യായവിധി. 3, സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുടെ ന്യായവിധി. 4, ഇസ്രായേലിന്റെ ന്യായവിധി. 5, പിശാചിന്റെയും ദുഷ്ടന്മാരുടെയും. ഇത്രയും വലിയ അടുത്ത 4 ന്യായവിധി നടക്കുന്നതിന് മുന്നേ ആദ്യം കർത്താവ് എന്നാ ചെയ്യുന്നത്? ദൈവസഭയുടെ ന്യായവിധി നടത്തുവാൻ ഇടയാകും. ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ഈ നമ്മുടെ വിശുദ്ധന്റെ ജീവിതത്തെ ആത്മീയ ഗ്രഹത്തിൽ നമ്മെ തന്നെ പണിയപ്പെടുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, ശുദ്ധീകരണം വരുത്തുവാൻ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവം തരുന്ന ഓരോ ന്യായവിധികളും അത് അനുഗ്രഹത്തിന് കാരണമാണെന്ന് മനസ്സിലാക്കി ഇതിന്റെ നടുവിൽ നിന്ന് ആ തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ വല്ലതും കാണണമെന്നുള്ള ചിന്ത നമ്മുടെ ദൈവത്തിനുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ശോധനയിൽ കൂടി ദൈവാത്മ നമ്മളെ നടത്തുന്നതെന്ന് മനസ്സിലാക്കി അവിടെയൊന്നും പിറുപിറുക്കാതെ അവിടെയൊക്കെ ദൈവത്തിന് കീഴടങ്ങി വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപയും ശക്തിയും പകർന്നു തരേണ്ടതിനെ നമ്മെ തന്നെ ഇന്ന് പൽക്കാലം ഏൽപ്പിക്കാം. കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവവാസം എന്ന് പറയുന്നത് മഹാകട്ടതയുടെയും ദുഃഖത്തിന്റെയും വേദനകളുടെ അനുഭവമായിരിക്കുമ്പോൾ സ്വർഗത്തിൽ തന്നെ ഭക്തന്മാർക്ക് ലഭിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണവും അപ്പോൾ തന്നെ വിശുദ്ധന്മാരുടെ ന്യായമായ പ്രതിഫല വിതരണവുമാണ്. ആ പ്രതിഫല വിതരണ സമയത്ത് നമുക്ക് ആവശ്യമായ, നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് തമ്പുരാൻ നമുക്ക് നൽകി തരും. അത് നഷ്ടപ്പെടാതിരിക്കണം. ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം കഴിക്കണം എന്ന് വിശുദ്ധാത്മ നമ്മെ ഓർപ്പിച്ചപ്പോൾ ആ വചനത്തിന് മുന്നിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. വചനപ്രകാരം മുന്നേറുവാൻ നമ്മെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിക്കാം. പരിശുദ്ധ നല്ല ദൈവി, നല്ല സ്വർഗീയ പിതാവിയെ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല തിരുവചനത്തിനായി വചനത്തിന് മുന്നിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ കേൾക്കപ്പെട്ട വചനം ഒന്നും ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഗ്രഹത്തിൽ സംഭവിക്കുന്ന എല്ലാവിധമായ ശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളും ഈ സ്ഥിതിയിൽ ഞങ്ങൾക്കുള്ള നന്മയാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധി താഴ്ന്നിരിക്കുവാൻ ദൈവാത്മ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയും ശക്തിയും പകർന്നെന്ന് ആദരിക്കും. തിരുസന്നിധി തലകളെ മടക്കി എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ തക്ക സമയത്ത് കുട്ടികൾക്കും പരിശുദ്ധാത്മാവ് തുടർന്നുള്ള സകല ശുശ്രൂഷകളെയും പരിചയപ്പെടുത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടനായി സൗദേശി നാമത്തിൽ